നമസ്കാരം. ഇന്ത്യൻ അതിർത്തികളിൽ ശത്രുരാജ്യങ്ങളുടെ ഓരോ നീക്കവും നിരീക്ഷിച്ചുകൊണ്ട് സൈന്യം ജാഗ്രത ശക്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ഡ്രോൺ കരുത്തിലും ആധുനിക യുദ്ധതന്ത്രങ്ങളിലും വിറച്ച് പാകിസ്ഥാൻ തങ്ങളുടെ പ്രതിരോധം കൂട്ടുന്ന കാഴ്ചയാണ് നിയന്ത്രണ രേഖയിൽ കാണുന്നത്. പാക് അതിർത്തിയിലെ 8 ബ്രിഗേഡുകൾക്ക് കീഴിലായി ഏകദേശം 35 ആന്റി ഡ്രോൺ യൂണിറ്റുകൾ പാകിസ്ഥാൻ പുതുതായി വിന്യസിച്ചതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചൈനീസ് നിർമ്മിത സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ ഈ സുരക്ഷാ വലയം തീർക്കുന്നത്. നേരത്തെ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇന്ത്യയിലേക്ക് ആയുധങ്ങളും മയക്കുമരുന്നും കടത്തിയിരുന്ന പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയുടെ തിരിച്ചടിയെ ഭയക്കുകയാണ്. ഭാരതീയ സൈന്യത്തിൻ്റെ കയ്യിലുള്ള നാഗാസ്ത്ര 1, ആർച്ചർ തുടങ്ങിയ അത്യാധുനിക ഡ്രോണുകൾ അതിർത്തി കടന്ന് കൃത്യതയോടെ ആക്രമണം നടത്താൻ ശേഷിയുള്ളവയാണ്. ഈ വെല്ലുവിളി നേരിടാൻ ശേഷിയില്ലാതെയാണ് ചൈനയുടെയും തുർക്കിയുടെയും സഹായത്തോടെ പാകിസ്ഥാൻ ഓടി നടക്കുന്നത്. മറുഭാഗത്ത് ഇന്ത്യ ആവട്ടെ ഇന്ദ്രജാൽ പോലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത ആൻറ്റി ഡ്രോൺ സംവിധാനങ്ങളും ലേസർ ആയുധങ്ങളും വിന്യസിച്ചുകൊണ്ട് അതിർത്തിയിൽ ഒരു ഉരുക്കുമതിൽ തന്നെ തീർത്തിരിക്കുകയാണ്. ഈ നീക്കങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. ഇത് കേവലം സുരക്ഷാ ക്രമീകരണങ്ങളല്ല, മറിച്ച് ഇന്ത്യയുടെ കരുത്തുറ്റ പ്രഹരശേഷിയെ പാകിസ്ഥാൻ എത്രത്തോളം ഭയക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. പണ്ട് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് പ്രോത്സാഹനം നൽകിയിരുന്ന പാകിസ്ഥാൻ ഇന്ന് ഇന്ത്യയുടെ ഒരു ചെറിയ ഡ്രോൺ പോലും തങ്ങളുടെ ആകാശപരിധിയിൽ കടക്കുമോ എന്ന് ഭയന്ന് വിറച്ചിരിക്കുകയാണ്. ചൈന നൽകുന്ന പിച്ചച്ചട്ടിയിലെ സാങ്കേതിക വിദ്യ കൊണ്ട് ഇന്ത്യയുടെ തദ്ദേശീയമായ കരുത്തിനെ നേരിടാമെന്നത് പാകിസ്ഥാന്റെ വെറും വ്യാമോഹം മാത്രമാണ്. ഇന്ത്യയുടെ ഓരോ ചുവടുവയ്പും ശത്രുവിൻ്റെ ഉറക്കം കെടുത്തുന്നതാണെന്നതിൽ സംശയമില്ല. നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.